മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരി ഓം തസ്. ജയ ഗുരു. പ്രേക്ഷകരെ നോക്കൂ, ഏഷ്യാനെറ്റിൽ ഭൂമാനന്ദ സ്വാമിജി ഒരു 10 കൊല്ലത്തോളം മുക്തിസുധാകരം സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അത് വളരെയധികം ശോഭനമായിരിക്കുന്ന സ്വാധീനവും സ്പന്ദനങ്ങളുമാണ് ദശലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകരിൽ രചിച്ചത്. അത് പിന്നെ നിർത്തി. ഞങ്ങളുടെ ഇംഗ്ലീഷിലുള്ള സംപ്രേഷണം ഡൽഹിയിൽ ദിശ ചാനലിൽ തുടർന്നു പോകുന്നു. അത് ഏഷ്യാനെറ്റിൽ തുടങ്ങിയതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ മലയാളത്തിലുള്ള സംപ്രേഷണമൊന്നും ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ ഇന്നിതാ ഭാഗവത തത്വം, ഭാഗവത തത്വം എന്ന പേരിൽ ഒരു ചാനൽ ഞങ്ങൾ സമാരംഭിച്ച് വിടുകയാണ്. എന്താണ് ഈ ഭാഗവത തത്വം എന്ന് പേര് കൊടുത്തത്? അതിന് പേര് മുക്തിസുധാകരം എന്നായിരുന്നു. അന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധമാണ്. അതായിരുന്നു അന്ന് പ്രധാനമായും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതും എന്നോട് ആവശ്യപ്പെട്ടതും ഏഷ്യാനെറ്റ്. ഇന്നിപ്പോൾ ഭാഗവത തത്വം എന്നുള്ള പേരിലാണ് ഈ ചാനൽ സമാരംഭിക്കുന്നത്. ഇതെന്താണ് ഈ ചാനൽ, എങ്ങനെയാണ് ഈ ഭാഗവത തത്വമായത് എന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്കണ്ഠയുണ്ടാവുമല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പൂർവ്വചരിത്രം നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാം. വടക്കാഞ്ചേരിയിൽ, തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടതാണ്. ഷൊർണൂരിലേക്ക് പോകുന്ന വഴിയിലാണ് വടക്കാഞ്ചേരി. ആ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള പാർലിക്കാട് തച്ചനാത്തുകാവ് എന്നൊരു സ്ഥലമുണ്ട്. പാർലിക്കാട് ഗ്രാമത്തിൻ്റെ പേര് തച്ചനാത്തുകാവ്. അവിടുത്തെ ദേവീക്ഷേത്രം സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അയ്യപ്പനുമുണ്ട് അവിടെ സ്വയംഭൂവായിട്ട്. അങ്ങനെ 2 സ്വയംഭൂ ദേവതകൾ ഒരുമിച്ച് സന്നിഹിതരാവുന്നത് വളരെ അപൂർവമാണ്. അവിടെ നൈമിഷാരണ്യം എന്ന പേര് നൽകി അവിടെയാണ് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം 18 കൊല്ലം മുൻപ്, ഇപ്പോൾ ആണെങ്കിൽ 19 കൊല്ലം മുൻപ് ഞങ്ങൾ ആരംഭിച്ചത്. എന്താ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ആരംഭിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഓണം വരാനൊരു മൂലം എന്ന് പറയും. നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ, സംഭവിക്കുമ്പോൾ അതിനെല്ലാറ്റിനും വിശേഷപ്പെട്ട ദിവ്യമായൊരു മൂലമുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു മൂലം ഇതിനും കാണണം. 18 കൊല്ലമായി നടന്നു വരുന്നു. ഇത് 19ാമത്തെ കൊല്ലമാണ്. വടക്കാഞ്ചേരിയിൽ തന്നെ വ്യാസഗിരി വ്യാസതപോവനം എന്നൊരാശ്രമമുണ്ട്. ആ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്നു നിത്യസ്മരണീയനായ സ്വാമി പുരുഷോത്തമ തീർത്ഥജി മഹാരാജ്. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഈ പുരുഷോത്തമ സ്വാമിജിയും ഞാനും പൂർവാശ്രമത്തിൽ ഒരമ്മയുടെ മക്കളാണ്. അദ്ദേഹം എന്നേക്കാൾ 15 വയസ്സ് പ്രായം കൂടുതലായിരുന്നു. ഞാൻ ഓർമ്മ വയ്ക്കാൻ തുടങ്ങിയത് മുതൽ പുരുഷോത്തമ സ്വാമിജി ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനെ കൊൽക്കത്തയിൽ ജോലി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിച്ചു പോകുന്നതൊക്കെ അദ്ദേഹമാണ്. അന്ന് അച്ഛനൊക്കെ പ്രായമായിരുന്നു. ആ പുരുഷോത്തമ സ്വാമിജി നിത്യസ്മരണീയനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ശതാഭിഷേകം പ്രായമായി. അപ്പോൾ ആ നാട്ടിൽ വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി തീർച്ചയാക്കി സ്വാമിജിയുടെ ശതാഭിഷേകം ആഘോഷിക്കണമെന്ന്. അവരെല്ലാവരും കൂടി ഇവിടെ വന്നു. ഞങ്ങൾക്ക് സ്വാമിജിയുടെ ശതാഭിഷേകം ആഘോഷിക്കണമെന്നുണ്ട്, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ടരെ നിങ്ങളൊന്ന് നല്ല പോലെ ചിന്തിക്കണം. ഈ ശതാഭിഷേകം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഗൃഹസ്ഥന്മാരുടെ ഒരു സമ്പ്രദായമാണ്. അച്ഛനമ്മമാരുടെ ശതാഭിഷേകം ആഘോഷിക്കുകയെന്ന്. ഞങ്ങൾ സന്യാസിമാരാണ്. സന്യാസിമാർക്ക് അങ്ങനെ സമാന്തരമായ ഒരു ആഘോഷമുണ്ടെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് സ്വാമിജിയോടുള്ള ആദരവും കൂറും കടപ്പാടും എല്ലാം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഞങ്ങളൊക്കെ അധ്യാത്മമായിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിച്ച് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്നവരാണ്. അതോടനുബന്ധിച്ച വല്ലതും നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു ശ്രീമദ് ഭാഗവതത്തെ പുരസ്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും വിരോധമില്ലാന്ന്. അപ്പോഴാണ് അവർ തീരുമാനിച്ചത്, നമുക്ക് പാറളിക്കാട്ടിൽ ഈ വ്യാസതപോവനത്തിൻ്റെ കീഴിൽ ഞങ്ങളൊരു അന്നക്ഷേത്രം തുടങ്ങുണ്ടായി. ആ കെട്ടിടം പണി മുഴുവനായി അത് ഉദ്ഘാടനം ചെയ്തത് ആ സമയത്താണ്. അവിടെ വച്ചിട്ട് ഒരു ശ്രീമദ് ഭാഗവത സപ്താഹം നടത്താം എന്ന് തീരുമാനിച്ചു. പ്രൊഫസർ വൈദ്യലിംഗി ശർമ്മയാണ് വിളിച്ചിരുന്നത്. ഞാനും അവിടെ പോയി സംസാരിക്കുകയുണ്ടായി. പാറളിക്കാട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല ഒരു സപ്താഹം നടന്ന ചരിത്രം. അപ്പോൾ വളരെ ഉത്സാഹത്തോടു കൂടി, ഉത്സാഹത്തിമിർപ്പ് എന്ന് തന്നെ പറയട്ടെ, എല്ലാവരും അതിൽ സന്നിഹിതരായി കേട്ടു, കൃതാർത്ഥരായി. അവിടെ എല്ലാ വിശേഷം ഈ ചാനലിൻ്റെ പിന്നിലുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. അവസാനം സപ്താഹം കഴിഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാർക്കൊക്കെ മനസ്സിൽ തോന്നി, ഓഹോ, ശ്രീമദ് ഭാഗവതം ഇത്ര വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ ഒരു സപ്താഹത്തിൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യണം. അതിന് തന്നെ 35-40 മണിക്കൂർ വേണം. എല്ലാം കൂടി 6.5 ദിവസമേ ഉള്ളൂ താനും. അങ്ങനെ ഒരു സംരംഭത്തിൽ ശ്രീമദ് ഭാഗവതത്തിലുള്ള 18,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതായ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വേണ്ടതുപോലെ വ്യാസമഹർഷി അതിൻ്റെ കർത്താവാണല്ലോ. അദ്ദേഹം എന്തു വിചാരിക്കുന്നുവോ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ, അത് അതേപടിക്ക് ഉദ്ബോധിപ്പിക്കാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കത്തക്ക വിധം സ്വാമിജി എന്തെങ്കിലും ഒരു സംഗതി ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ പുരുഷോത്തമ സ്വാമിജി എന്നെ ടെലിഫോൺ ചെയ്തു, ഇവരിങ്ങനെ പറയണു, നമ്മൾ എന്താ വേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സപ്താഹം എന്നുള്ള നില വിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അവിടെ മുൻതൂക്കം കൊടുക്കേണ്ടത് തത്വപ്രവചനങ്ങൾക്കാണ്. പ്രവചനമാണ് അവിടെ. ശ്രീമദ് ഭാഗവതത്തിൽ മുഖ്യമായോ അല്ല ഏതു തരത്തിലായാലും എന്തെല്ലാം തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും വേദവ്യാസ മഹർഷി ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ ഇന്നും അത് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യത്തെ ചോദ്യം അതിന് പറ്റിയ ആൾക്കാരെ കിട്ടുമെന്ന്. പിന്നെ എവിടെയാണ് നമ്മളിത് നടത്തുക എന്നുള്ളത്. ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു സംരംഭം നടത്തുമ്പോൾ ബഹുശതം ജനങ്ങളോ ബഹുസഹസ്രം ജനങ്ങളോ വരാം. അതിന് പറ്റിയ സ്ഥലം വേണമെന്നൊക്കെ ചോദിച്ചിട്ടാണ് അരിക്കണ്ടം ദേവിയുടെ എഴുന്നള്ളിപ്പൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ആ അരിക്കണ്ടം കിട്ടിയാലേ ഈ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ. സ്വാമിജി വേറെ ചിലതൊക്കെ പറഞ്ഞു അതൊന്നും നടക്കില്ല സ്വാമിജി, ഈ 12 പറ കണ്ടം തന്നെ കിട്ടണം നമുക്ക്, എന്നാലേ ഇത് വേണ്ടതുപോലെ നടത്താൻ പറ്റുള്ളൂ. നിരന്ന ഭൂമി വേണമല്ലോ. അവസാനം അവിടെ തന്നെ അത് നടത്താൻ തീരുമാനിച്ചത്. അന്ന് സ്വാമിജിയുടെ മനസ്സിലുണ്ടായിരുന്ന എന്നോട് പറഞ്ഞു, ഇത് വാർഷികമായി നമ്മൾ നടത്തണമെന്ന്. അപ്പോൾ 2002 ഞങ്ങളിത് തുടങ്ങിയത്. അപ്പോൾ ഇതിന് പേര് കൊടുക്കണം. ഞാൻ ഗീതാ തത്വസമീക്ഷ തൃശ്ശൂരിൽ കൊല്ലം തോറും നടത്തി വരുന്ന ആളാണല്ലോ. അപ്പോൾ ആ തത്വസമീക്ഷയോട് ബന്ധപ്പെട്ട് ഇത് വെറും ഒരു ഭാഗവത പാരായണമോ ഭാഗവത പ്രവചനങ്ങളോ അല്ല, നേരെ മറിച്ച് ഭാഗവതത്തിലുള്ള തത്വങ്ങളെയും മൂല്യങ്ങളെയും സിദ്ധാന്തങ്ങളെയും അവയിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കാനുള്ള ഒരു തത്വസമീക്ഷണ സത്രം തന്നെ വേണം എന്ന് പറഞ്ഞാണ് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്ന് പേര് കൊടുത്തത്. ആ സ്ഥലത്തിനോ നൈമിഷാരണ്യം എന്നും നാമകരണം ചെയ്തു. ഇതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ 2002 അത് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയ ഉത്സാഹമായി. കാലത്ത് വന്നാൽ വൈകുന്നേരം വരെ ഇരിക്കും. കാലത്തുള്ളവർക്ക് പ്രാതൽ കൊടുക്കും, ഉച്ചയ്ക്ക് ഊണ്, ഉച്ചതിരിഞ്ഞ് കാപ്പിയോ ചായയോ, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഉള്ളവർക്ക് ഊണ്. എന്താ കാരണം? ഇതിൻ്റെ ഇടയിൽ പോയി വീട്ടിൽ ചെന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേണ്ടവർ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ്, അപ്പോൾ അന്നദാനത്തോടു കൂടിയാണത് ആരംഭിച്ചത്. നല്ല ചിലവുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം. ആ സത്രത്തിന് രാമകൃഷ്ണ മിഷനിലെ മൃഡാനന്ദ സ്വാമിജിയും ശക്രാനന്ദ സ്വാമിജിയും ഒക്കെ വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ.
ഒരു 3-4 ദിവസമായപ്പോൾ മൃഡാനന്ദ സ്വാമിജി, എനിക്ക് അദ്ദേഹത്തിന് വലിയ ആദരവാണ്, എന്നെ വിളിച്ച് പറഞ്ഞു, സ്വാമിജി എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ അത്? കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അത്ര നന്നായി നടക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ പലരും വന്ന് ശ്രീമദ് ഭാഗവതത്തെ ആധാരമാക്കി വേദവ്യാസൻ്റെ മൊഴികളിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇത് സാധാരണ ഒരു ഭാഗവതം കൊണ്ട് സപ്താഹം കൊണ്ട് നടത്തുന്ന കാര്യമല്ല. പക്ഷേ ഈ പ്രവചനങ്ങളെല്ലാം കാറ്റിലങ്ങോട്ട് മറഞ്ഞു പോകാതെ ഇതിനൊന്ന് വേണ്ടതുപോലെ രേഖപ്പെടുത്താൻ പുറപ്പെട്ടാൽ നന്നായി എന്ന് പറഞ്ഞു. സ്വാമിജി അത് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് 1 കൊല്ലം ഞങ്ങൾ പുസ്തകമാക്കി കുറേ പ്രസംഗങ്ങളൊക്കെ ഇറക്കി. പക്ഷേ എല്ലാ കൊല്ലവും സംസാരിക്കുന്നത് എല്ലാ കൊല്ലവും പുസ്തകമാക്കിയാൽ ആക്കാൻ ബുദ്ധിമുട്ട്, അത് വായിക്കാനോ ആൾക്കാരില്ല. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതേസമയം അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇത് നഷ്ടപ്പെട്ടു പോകരുതെന്ന്. ആ പറഞ്ഞത് മനസ്സിലുണ്ട്. ആ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ചാനൽ ഞങ്ങൾ തുടങ്ങുന്നത്. 2010 മുതൽ ഈ നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് ആരാരെല്ലാം വന്ന് സംസാരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പ്രവചനങ്ങൾ ഇതിലുണ്ട്. 2010 മുതൽക്കുള്ളതേ ഉള്ളൂ. സപ്താഹത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരും അത് പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മ എന്നോട് പറഞ്ഞു, ഇതിന് ആൾക്കാരെ കിട്ടാൻ വിഷമാണ്, പക്ഷേ എല്ലാവരും ഒന്ന് പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് പരിശ്രമിക്കാനുള്ളൊരവസരവും കൂടിയാണ്. ഞങ്ങൾ അന്ന് മുതൽക്ക് നല്ല പ്രവക്താക്കളെ കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അവർക്കെല്ലാവർക്കും 1-2 കൊല്ലം എഴുത്തയച്ച് ഓരോ വിഷയത്തെ എടുത്ത് ശ്രീമദ് ഭാഗവതത്തിലുള്ള ശ്ലോകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ആശയ വൈപുല്യവും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്തിനു പറയണു? സത്രത്തിൻ്റെ സത്രമായി തീർന്നു അത്രേ ജനങ്ങൾ പറയണതാ. നൈമിഷാരണ്യം എല്ലാവരും വന്നു നോക്കേണ്ടതാണ് ആ സത്രശാലയിൽ. പിന്നെ ഞാൻ അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അതിനൊരു നിലയ്ക്ക് നേതൃത്വം നമുക്ക് കൊടുക്കണമല്ലോ. വളരെ അച്ചടക്കം നിർബന്ധിക്കാറുണ്ട്. ഓരോരുത്തരുടെ കസേര അവർ മാറില്ല, ഒരു പുസ്തകം ഒന്നും വായിക്കാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ അച്ചടക്കം കൊണ്ടും ദിവ്യത്വം കൊണ്ടും ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും എല്ലാം തന്നെ പ്രത്യേകിച്ചും ഒരു വിശേഷമായി നിൽക്കുന്നതാണ് ഈ സത്രം. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ചാനലായി അവതരിപ്പിക്കുന്നത്. ഈ ചാനലിന് പേര് ഭാഗവത തത്വം എന്നാണ്. ഞങ്ങൾക്ക് ആവശ്യം ഭാഗവതത്തിലെ തത്വം ജനങ്ങളെ എത്തിക്കണം എന്നാണ്. അത് അവരുടെ ജീവിതത്തിൽ ഊടും പാവുമായി തീരണം തത്വമൂല്യ സിദ്ധാന്തങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ആ ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും ഇത് വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടി കേട്ട് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സാധാരണ അച്ഛനമ്മമാർക്ക് പറയാൻ ഒരു വകയും കയ്യിലില്ല, ഒരു മുതൽക്കൂട്ടുമില്ല. ഇത് നിങ്ങൾ തുടർച്ചയായി കേട്ട് വീണ്ടും കേട്ട് പിന്നെയും കേട്ട് അത് മനനം ചെയ്ത് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ധാരാളം കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവും. ഓരോ തവണയും നല്ല നല്ല പ്രവക്താക്കളെ തെരഞ്ഞു പിടിച്ച് അവർ സംസാരിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് കേട്ട് മനസ്സിലാക്കി അതിന് പറ്റിയ അറിവുള്ളവരൊക്കെ അവിടെ ഉണ്ട് പാർലിക്കാട്ടിൽ. അവിടുന്ന് അങ്ങനെയാണിത് ചെയ്തു പോരുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചർച്ചയുണ്ട്, സംവാദമുണ്ട്, അവതരണമുണ്ട്, പലതരമാണല്ലോ. അതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത്. എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞങ്ങൾ യൂട്യൂബിലാണ് ഇടുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, യൂട്യൂബിൽ നിന്ന് ഇത് എടുത്ത് കാണാം, ആവർത്തിച്ച് കാണാം. ഒരേ സംഗതി നിങ്ങൾ ഒരു പ്രസംഗമാണെന്ന് ഇരിക്കട്ടെ, ആ പ്രസംഗം ഒരു 5-6 തവണ കേട്ടാൽ ആ പ്രസംഗത്തിലുള്ള വാക്കുകളും വാചകങ്ങളും ആശയങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. എന്ന് വെച്ചാൽ മനസ്സിന് പരിവർത്തനം വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വിഷമം മനസ്സെന്തുകൊണ്ട് ശുദ്ധമാവുന്നില്ല, എന്തുകൊണ്ട് ധന്യത വരുന്നില്ല, എന്തുകൊണ്ടാണ് വിശാലത വരാത്തത്, ഔന്നത്യം നേടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഔന്നത്യം എന്നൊരു വാക്കേ പറയാറുള്ളൂ. ആ ഔന്നത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാറില്ല. ആ മനസ്സിലാക്കാനൊക്കെ പറ്റും
നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനൊരു അവസരം തരാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതെന്താ ഇപ്പോൾ തുടങ്ങണത് എന്ന് ചോദിച്ചാൽ, ഈ കൊല്ലം 19ാമത്തെ കൊല്ലത്തെ സത്രമാണ്. അത് ഞങ്ങൾക്ക് ജനത്തിരക്കോട് കൂടി നടത്താൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതേസമയം ഈ പുണ്യ സംരംഭം നിർത്തരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ രണ്ടും സഫലമാക്കാൻ എന്തു വേണം? ഓൺലൈനിൽ നടത്താമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓൺലൈനിലേക്കുള്ള ഒരു പ്രവേശനം വേണ്ടി വന്നപ്പോൾ അതോടനുബന്ധിച്ച് എന്നാൽ ഇത് ഇങ്ങനെ ആയിക്കളയാം എന്ന് തോന്നിയിട്ടാണ് ഞങ്ങളിത് ലോഞ്ച് ചെയ്യുന്നത്, ഇത് ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ ഒന്നും കൂടി പറയാം. ശ്രീമദ് ഭാഗവതത്തിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ഗൃഹങ്ങളിൽ ഊടും പാവുമായി പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ അനാഥകളല്ല, സനാഥന്മാരാണ്. വിശേഷപ്പെട്ട ഒരു രാജ്യമാണ്, വിലമതിക്കാൻ പറ്റാത്തൊരു പൈതൃകമാണ് ഭാരതത്തിനുള്ളത്. ആ പൈതൃകത്തെ നമുക്ക് എവിടെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും ബാക്കിയുള്ള പല പുരാണ ഇതിഹാസങ്ങളിലും. അതിൽ ഒരു ഭാഗത്ത് രാമായണം, ശ്രീരാമൻ്റെ ചരിത്രം, ജീവചരിത്രം, വാൽമീകി മഹർഷി എഴുതിയത്, 24,000 സംസ്കൃത ശ്ലോകങ്ങളുള്ളത്. അതിനപ്പുറം ദ്വാപരയുഗത്തിൽ വേദവ്യാസ മഹർഷി 5000 കൊല്ലം മുൻപ് എഴുതിയതാണ് മഹാഭാരതം. 1,25,000 ശ്ലോകങ്ങളാണതിൽ. ഹസ്തിനപുര വംശത്തിൻ്റെ അധപ്പതനമാണ് അതിൽ ചിത്രീകരിക്കുന്നത്. മൂല്യച്യുതി വന്നപ്പോൾ അതിൽപ്പെട്ടതാണ് ഭഗവത്ഗീത. അങ്ങനെ 2 ഇതിഹാസങ്ങൾ കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം ഒറ്റപ്പെട്ടു നിൽക്കുന്നു കൂട്ടരെ, ഒറ്റപ്പെട്ടു നിൽക്കുന്നു. എന്താ സ്വാമിജി അങ്ങനെ പറയണേ? 10,000 തവണ പറയും ഞാൻ. ശ്രീമദ് ഭാഗവതം വേദത്തിന് ഉപനിഷത്തുകൾക്ക് തുല്യമാണ്. 80% അതിൽ ഉപനിഷത്ത് സിദ്ധാന്തങ്ങൾ വേദാന്തമാണ്. ഒരു ഭക്തി പരിവേഷം കൊടുത്ത് പറഞ്ഞിരിക്കുന്നു എന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ 80% വേദാന്തവും അധ്യാത്മ സിദ്ധാന്തങ്ങളുമുള്ള ശ്രീമദ് ഭാഗവതത്തെ അതർഹിക്കുന്ന മതിപ്പോടുകൂടി കൈകാര്യം ചെയ്യണം. ശ്രീമദ് ഭാഗവതത്തെപ്പറ്റി പറയാറുള്ളത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പാരമഹംസ്യ സംഹിത എന്നാണ് അതിന് പേര്. ഒരു പരമഹംസൻ രചിച്ചതാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തതോ ഡബിൾ പരമഹംസനായ ശുഗമുനിയാണ് പറഞ്ഞു കൊടുത്തത്. 10-16 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. മേലെ ഒരു നൂല് പോലുമില്ല. പരീക്ഷത്തിൻ്റെ പ്രായോപവേശ വാർത്ത കേട്ടപ്പോൾ ഇത് വളരെ അപൂർവമാണല്ലപ്പ. പരീക്ഷിത്ത് മഹാരാജാവിന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നി? ഇത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അനുഷ്ഠിച്ച് കണ്ടിട്ടില്ല. ഞാൻ തന്നെ പോയിക്കളയാമെന്ന് പറഞ്ഞ് പ്രകൃതി തന്നെ പറഞ്ഞയച്ചതാണ് ആരെ? ശുഗമഹർഷിയെ. ഏത് പ്രകൃതിയാണോ ശമീക മഹർഷിയുടെ കുടീരത്തിൻ്റെ മുൻപിൽ ചെന്നപ്പോൾ ഒരു ചെത്ത പാമ്പിനെ അവിടെ ചട്ടം കെട്ടി വെച്ച് അതിനെ വില്ലിൻ്റെ തുമ്പ് കൊണ്ടെടുത്ത് മഹർഷിയുടെ കഴുത്തിലിടിച്ചുവല്ലോ പ്രകൃതി. അതേ പ്രകൃതി ഇതാ ഒരു ശുഗമുനിയെ സമ്മാനിച്ചു. ആർക്ക്? പരീക്ഷത്തിന്. അതുപോലെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഉപയോഗിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച് അനുസന്ധാനം ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സമയാസമയം സമ്മാനങ്ങൾ വന്നു ചേരും. ശ്രീമദ് ഭാഗവതം സ്വാദു പദേ പദേ, സ്വാദു ദിനേ ദിനേ. അതിൻ്റെ ഓരോ വാക്കും കൂടുതൽ സ്വാദിഷ്ടമാകുമത്രേ വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്. അതുമാതിരി ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ രുചി, അതിൻ്റെ മാധുര്യം, അതിങ്ങനെ നുണഞ്ഞ് ഇറക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് വർദ്ധിച്ചു വരുന്നു. അത്ര വിശേഷപ്പെട്ടതാണ്. ഇന്ന് ഞാൻ നമ്മുടെ കമ്പ്യൂട്ടറിലിരുന്ന് ഒരു ഭാഗം എഡിറ്റ് ചെയ്യായിരുന്നു. ഞാൻ തന്നെ സംസാരിച്ചതാണ്. പ്രഭാകരൻജി അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ ഭാഗവതത്തെ പറ്റി 10-16 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഭാഗവത പരിവ്രജനം എന്നുള്ള പേരിൽ. ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം ധ്രുവൻ്റെ കഥയാണ്. ആ ധ്രുവൻ്റെ കഥ എപ്പോഴത്തെ കഥയാണെന്നറിയോ? കാട്ടിൽ പോയി തപസ് ചെയ്തതല്ല. അതൊക്കെ കഴിഞ്ഞു വന്ന് ഉത്താനപാദൻ മരിച്ചു.
രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തു, രാജ്യം ഭരിച്ചു. ഉത്തമൻ കാട്ടിൽ പോയി യക്ഷന്മാർ കൊന്നു അത്രേ. ഉത്തമൻ്റെ അമ്മ അന്വേഷിച്ച് ചെന്ന് കാട്ടിൽ ചെന്ന് അവരും മരിച്ചു. ഇത് രണ്ടും അങ്ങോട്ട് നടന്നപ്പോൾ ധ്രുവന് പുറത്തില്ല. അദ്ദേഹം അമ്പും വില്ലും എടുത്ത് ചെന്ന് യക്ഷന്മാരെ മുഴുവനും കൂട്ടായി കൊന്നു, നാരായണാസ്ത്രം തൊടുത്തിട്ട്. കൂട്ടായി കൊന്നപ്പോൾ വലിയ വിഷമായി. മരിച്ചതാരാ? ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ. അതിന് പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഒരു വംശത്തിനെ മുഴുവൻ കൊന്നൊടുക്കി. ഇത് ശരിയായില്ല എന്ന് സ്വയംഭുവിന് തോന്നി. അദ്ദേഹം വന്ന്, മോനെ നീ എന്താണ് ഈ ചെയ്യുന്നത്? ചെറുപ്പകാലത്ത് 5 വയസ്സായിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് കാട്ടിൽ ചെന്ന് തപസ് ചെയ്തു, ഒരാളും സഹായിക്കാനുണ്ടായില്ല. അമ്മ പറഞ്ഞു, നീ അക്ഷരം പ്രതി അത് കേട്ടു. സാധാരണ 5 വയസ്സായ ഒരു കുട്ടിക്കൊന്നും മധുവനത്തിൻ്റെ ഒത്ത നടുക്ക് ചെന്ന് എത്താൻ പോലും പറ്റില്ല. എന്നിട്ട് നിൻ്റെ തപസ്സിൻ്റെ വൈഭവം കൊണ്ട് മഹാവിഷ്ണു, ചതുർഭുജധാരിയായ മഹാവിഷ്ണു ദാ ഇറങ്ങി വന്ന് നിന്നെ തൊട്ടനുഗ്രഹിച്ചു. നിനക്കൊന്നും പറയാനറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശംഖ് കൊണ്ട് കവിള് തലോടിയപ്പോഴാണ് നിനക്ക് സംസാരിക്കാൻ സാധിച്ചത്. നീ അന്ന് സ്തുതിച്ച ആദ്യത്തെ ശ്ലോകമുണ്ടല്ലോ, ഇന്ന് ലോകം മുഴുവനും അത് ചൊല്ലുന്നുണ്ട്. യോന്ത പ്രവിശ്യ മമവാചമിമാം പ്രസുപ്താന്ന്. അത്രയ്ക്ക് നല്ല ഒരു കുട്ടി, അപൂർവമായ ഒരു സന്താനം, അമ്മയുടെ പൊന്നുകുട്ടൻ. എന്തായിരുന്നു സ്ഥിതി? അന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ച് നീ തിരിച്ച് രാജധാനിക്ക് വരുമ്പോൾ അച്ഛനുമുണ്ട്, ചെറിയമ്മയുമുണ്ട്, എല്ലാവരുമുണ്ട് നിന്നെ സ്വാഗതം ചെയ്യാൻ. എത്ര രമണീയമായിരുന്നു ആ കാഴ്ച, ഹൃദയസ്പൃക്കായിരുന്നു. ഇങ്ങനെ അപൂർവമായ അനുഗ്രഹം കിട്ടിയ ഒരു കൊച്ചു കുട്ടനാണ് നീ. നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വൈരമോ? ഒരാളെ കൊന്നു, ഒരു വംശം ഒട്ടാകെ കൊല ചെയ്യേ. എന്താ ഇതിനർത്ഥം? ഇതൊരിക്കലും ശരിയല്ല എൻ്റെ പൊന്നുകുട്ട. മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ് നീ. വിഷ്ണു ഭക്തന്മാർക്കൊരിക്കലും ചേർന്നതല്ല ഇങ്ങനെയുള്ള നടപടി എന്നിങ്ങനെ ഉപദേശിച്ചപ്പോൾ മനസ്സിന് നല്ലോണം കൊണ്ടു. അതിനുശേഷം എല്ലാം വിട്ട് അതങ്ങോട്ട് വായിക്കുമ്പോൾ എനിക്ക് തൊണ്ടയിടറി, കണ്ണിന്ന് വെള്ളം വന്ന്. ആ ധ്രുവനോട് മുത്തച്ഛൻ വന്ന് സംസാരിച്ച ആ രംഗമുണ്ടല്ലോ, എൻ്റെ കൂട്ടരെ നിങ്ങളിതെല്ലാം മനസ്സിലാക്കി. ഇങ്ങനെ എത്രയെത്ര അവതരണങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്. അതാർക്കറിയാനാ? സ്വർഗത്തിലുള്ളവർക്ക് അറിയാനല്ല, ഭൂലോകത്തുള്ളവർക്ക് അറിയാനാണ്. കുട്ടികൾക്ക് അമ്മിഞ്ഞ ഊട്ടി വളർത്തുന്ന അമ്മമാരുടെ മുഖത്തിൽ നിന്ന് മക്കൾ കേൾക്കേണ്ടതാണ് ഈ കഥകളും ഈ കഥനങ്ങളുമെല്ലാം. കഥയല്ല, തത്വകഥനമാണ്. അത് എങ്ങനെയെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിലാണ് ഭാഗവത തത്വം എന്ന ഈ ചാനൽ ഇതാ ഇറക്കി വിടുന്നത്. നിങ്ങളെല്ലാവരും വേണ്ടപ്പെട്ടവരോട് പറയൂ, ഇതാ ഇങ്ങനെ എത്ര പ്രസംഗങ്ങളും അവതരണങ്ങളുമാണ് അതിലുള്ളത്. പലതരത്തിലുള്ള പണ്ഡിതന്മാർ, പലതരത്തിലുള്ള ജ്ഞാനികൾ, സന്യാസിമാരടക്കം നൈമിഷാരണ്യത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ കേൾക്കണം. ഇതൊരു ചരിത്ര സംഭവമാണ്. 18 കൊല്ലമായി, ഇത് 19ാമത്തെ കൊല്ലം ചരിത്രമായി കഴിഞ്ഞു. അത് കേൾക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ പരമാവധി ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിക്കണം. എത്രയോ പേരുണ്ട് ശ്രീമദ് ഭാഗവതം നുണയണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ. അവർക്ക് എല്ലാവർക്കും ഒരവസരമുണ്ടാക്കി നിങ്ങൾ കൊടുക്കൂ. യൂട്യൂബും നമ്മുടെ ഈ ചാനലും അതിന് പ്രധാനപ്പെട്ട ഒരു മാധ്യമം, ഒരു സഹായമായി തീരട്ടെ. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ശ്രീമദ് ഭാഗവത അതിലത്തെ തത്വാമൃതമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കഴിക്കാനും നുണയാനും അതിൻ്റെ അനുഗ്രഹങ്ങൾ, ആരോഗ്യം, ശരീരത്തിന്, മനസ്സിന് ശാന്തി, സമാധാനം, ബുദ്ധിക്ക് ജ്ഞാനം, ഹൃദയത്തിന് നിറവും എല്ലാം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ